നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കിഫ്ബിക്കെതിരെയുള്ള ഇഡിയുടെ നടപടി പരിഹാസ്യം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്നും മുഖ്യമന്ത്രി. PM ശ്രീയിലെ ഇടപെടലിൽ ജോൺ ബ്രിട്ടാസ് MPയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. ബ്രിട്ടാസ് മികച്ച ഇടപെടൽ ശേഷിയുള്ള MP എന്ന് പ്രശംസ. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താതെ പോലീസ്. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് G. പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയിൽ. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി വാദം കേൾക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജി കോടതിയെ സമീപിച്ചത് ഡോക്ടർ B. അശോക് IAS. സർക്കാരിന്റെ ശമ്പളം പറ്റുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യനെന്ന ഹർജിയിൽ ഇരട്ടപ്പദവി വിവാദത്തിൽ സർക്കാർ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്ന് K. ജയകുമാർ. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുമെന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ജയകുമാറിന്റെ നിയമനം പൊതുസ്വീകാര്യതയുള്ള കാര്യമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച ED. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീംകോടതി നിർദ്ദേശം. വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച്. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന്. മോദി പുടിൻ ചർച്ച ഹൈദരാബാദ് ഹൌസിൽ. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളിൽ ഒപ്പുവെക്കും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നടന്ന സംവാദത്തിൽ പറഞ്ഞു. പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിക്കെതിരെയുള്ള ഇഡിയുടെ നടപടികൾ പരിഹാസ്യം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്? അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു? ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്? ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത് നായർ, ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി സംവാദത്തിൽ തുടങ്ങിയത്. തുടർന്ന് പല പല വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. PM ശ്രീയിലെ ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലിനെ പിന്തുണച്ചും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും ഒക്കെയുള്ള മറുപടികൾ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്?
ശ്രീജ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുന്ന സംവാദത്തിൻ്റെ മീറ്റ് ദ പ്രസ് പരിപാടിയുടെ തുടക്കമാണ് ഇന്ന് എറണാകുളത്ത് നടന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ആദ്യം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങളുടെ ജീവിത രീതിയിൽ എത്രത്തോളം വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആമുഖമായി തുടങ്ങിയത്. തുടർന്ന് പ്രവർത്തകർ പ്രധാനമായി ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടികൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത് വൈകുന്നു എന്ന് പോലീസിൻ്റെ നടപടികൾ കൃത്യമല്ല എന്നുള്ളൊരു ചോദ്യത്തിന് ചില കോൺഗ്രസ് കേന്ദ്രങ്ങൾ അത് ഇത്രയും നാൾ അവർ സംരക്ഷണ കവചം രാഹുലിന് ഒരുക്കി കൊടുക്കുകയായിരുന്നു. കിളികളെ കൊണ്ട് കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വലിയ പ്രാമുഖ്യമുള്ളൊരു നേതാവായി രാഹുലിനെ അവതരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ തന്നെ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയുകയായിരുന്നു. ധാരാളം പരാതികൾ നേതൃത്വത്തിന് കിട്ടിയിരുന്നു. എന്നിട്ട് പോലും ഭാവിയിലെ ഒരു നിക്ഷേപം, കോൺഗ്രസിൻ്റെ ഒരു വാഗ്ദാനം, യുവതലമുറയുടെ മുഖം എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവതരിപ്പിക്കുക വഴി ആണ് കോൺഗ്രസ് ഒരു നടപടി ചെയ്തത്. ഇപ്പോൾ എന്നിട്ട് പ്രതിപക്ഷം സർക്കാരിൻ്റെ അലംഭാവമായിട്ട് പറയുന്നത് വളരെ പരിഹാസ്യമായൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന് ഇത്തരം വെട്ടുകളി കൂട്ടങ്ങളോട്, അവരുടെ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെയാണ്, അവരോട് ചോദിച്ചാൽ അറിയാം രാഹുൽ എവിടെയുണ്ടെന്നുള്ള കാര്യം. അക്കാര്യം പോലീസിനെ അറിയിക്കുക മാത്രം ചെയ്താൽ മതിയാകുമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട ജോൺ ബ്രിട്ടാസിൻ്റെ ഇടപെടലുകൾ സമയോചിതവും ഫലപ്രദവുമാണെന്നാണ്. പ്രത്യേകിച്ച് ലോക്സഭയിലെ ഒരു MP അങ്ങോട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ അത് അത്തരം സംഘടനാശേഷിയും ഇടപെടൽ ശേഷിയുമുള്ള ആളാവണം. ആ രീതിയിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ MPമാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം സാധ്യമായിരുന്നില്ല. ഇത്തവണ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേയൊക്കെ സഹകരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബ്രിട്ടാസിനെ സംബന്ധിച്ചൊരു പൂർണ്ണമായൊരു പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പരസ്യമായി തന്നെ കിട്ടുന്നു. അത് മുഖ്യമന്ത്രി പൂർണ്ണമായും ബ്രിട്ടാസിൻ്റെ വാദങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. ഒപ്പം ജയകുമാറിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിലില്ല. മാത്രമല്ല പൊതു സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ദേവസ്വം ബോർഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നൈപുണ്യങ്ങളും പ്രാഗൽഭ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും പിന്തുണയില്ല. B. അശോക് എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോയതെന്ന് മനസ്സിലാകുന്നില്ല. കോടതിയിലേക്ക് ഈ ഒരു കേസുമായി സാധാരണഗതിയിൽ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മാത്രമല്ല ഈ ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം IAS-ൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും ഈ കേസിനെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിച്ച കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ED-യുടെ നോട്ടീസ്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ED നോട്ടീസ് നൽകിയത് വളരെ പരിഹാസ്യമായ നടപടിയെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഇത്തരം പരിപാടികൾ സാധാരണമല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല കിഫ്ബി പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ ഊന്നിയാണ്. ഇത് പൂർണ്ണമായും റിസർവ് ബാങ്കിൻ്റെ ചട്ടക്കൂടിലും നിബന്ധനകൾക്കും അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കിഫ്ബി ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ട് കൈയും പൊക്കി ചെയ്തു എന്ന് തന്നെ പറയുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മറുപടിയാണ് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. മൂന്നാമത്തെ കാര്യം VC-യുമായി ബന്ധപ്പെട്ടാണ് അടുത്ത വിഷയം വന്നത്. VC-യുടെ കാര്യത്തിൽ ഈ ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ വളരെ വിചിത്രമാണെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളെന്നും എന്തുകൊണ്ടാണ് ഇത്ര സമീപനങ്ങൾ ഗവർണർ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ, സർക്കാരിൻ്റെ കാര്യങ്ങൾ, വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം അടുത്ത ടേം മുഖ്യമന്ത്രിയുടെ ഒരു മൂന്നാമത്തെ ടേം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്. മാത്രമല്ല LDF സർക്കാർ മൂന്നാമത് വരണോ എന്നുള്ള കാര്യവും ജനങ്ങൾ തീരുമാനിക്കണം, എൻ്റെ കാര്യം പാർട്ടി തീരുമാനിക്കണം എന്നൊരു ഉത്തരം പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നടപടികൾ മാതൃകാപരമാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു MLA ഉണ്ടല്ലോ, എൽദോസിനെ അദ്ദേഹം ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. പിന്നീട് തിരുവനന്തപുരത്ത് വിൻസെന്റുമായി ബന്ധപ്പെട്ടും ചോദിച്ചു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ നിങ്ങൾ മുകേഷിനെയും പത്മകുമാറിനെയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ മാതൃകാപരമാണോ എന്നുള്ള കാര്യം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയുണ്ടായി. ശ്രീജ, തെരഞ്ഞെടുപ്പിന് മുൻപ് കൊച്ചിയിൽ നടന്ന സംവാദത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. പല വിവാദ വിഷയങ്ങളിലും അദ്ദേഹം മറുപടി പറഞ്ഞു. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്രീജിത്ത് നായർ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ലൈംഗിക പീഡനം ഉന്നയിച്ച ആദ്യ യുവതി നൽകിയ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, കഴിഞ്ഞ ദിവസം കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. അറസ്റ്റ് ചെയ്യാമെന്നും ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അറസ്റ്റ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്? ശ്രീജ, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം ഒരുപക്ഷെ ജയിലിന് പുറത്തിറങ്ങാൻ എത്ര നാൾ
വേണ്ടി വരുമെന്ന് പോലും ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഇപ്പോൾ തന്നെ രണ്ടാമതൊരു പരാതിയും കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് അന്വേഷണം, വനിതാ IPS ഓഫീസർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഇതിൽ മറ്റാരെങ്കിലും ഒക്കെ കൂടുതൽ പരാതികൾ നൽകിയാൽ, ഇദ്ദേഹം ജയിലിലായി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പരാതികളുടെ എല്ലാം അന്വേഷണത്തിന് ശേഷമേ ഒരുപക്ഷെ ഓരോന്നിലും ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ പ്രധാനമായും പറയേണ്ട കാര്യം, സെഷൻസ് കോടതിയുടെ ചില വിലയിരുത്തലുകൾ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. സെഷൻസ് കോടതി ഇതിൽ ലൈംഗിക അതിക്രമം, അതായത് ഒരു ബലാത്സംഗം എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കണ്ടെത്തിയിട്ടില്ല. അതിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണവും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധങ്ങളും ഇതെല്ലാമാണ് ഇതിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ ബലമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ഇത് അതിനകത്ത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ മറ്റ് കണ്ടെത്തലുകൾ ഈ ഗർഭഛിദ്രത്തിന് രാഹുൽ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഈ കാര്യത്തിന് രാഹുലും ഒരുപക്ഷെ ഈ ഇരയായ പെൺകുട്ടി അല്ലെങ്കിൽ പരാതിക്കാരിയും ഒരേപോലെ പ്രതിയാവുന്ന ഒരു കാര്യമാണ് ഈ ഗർഭഛിദ്രം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ കണ്ടെത്തലുകൾ, അതായത് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും, കുറ്റക്കാരൻ എന്നല്ല കുറ്റം നിലനിൽക്കും എന്ന ഒരു കണ്ടെത്തല് അത് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണ്. കാരണം ഗർഭഛിദ്രത്തിന് ഈ ചാറ്റുകൾ കൊണ്ടൊന്നും ഒരു പ്രേരണാ കുറ്റം നിലനിൽക്കില്ല. കാരണം അത് പ്രേരണാ കുറ്റം മാത്രമാണ് വരുന്നത്. ആ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല. അത് ഇതിനു മുമ്പ് പല സുപ്രീം കോടതി വിധികളിലും അങ്ങനെ ഉള്ളായിരുന്നു. അപ്പൊ അതുപോലെ പോയിന്റ് ചെയ്തിട്ട്, അതുപോലെ ചൂണ്ടിക്കാണിക്കുക, അതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന അപേക്ഷയുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതി ഇന്ന് തന്നെ അതിൽ പരിഗണിച്ച് സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസിനോട് വിശദീകരണം തേടിയേക്കാം. ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അഡ്വക്കേറ്റ് രാജേഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലഭിച്ച രണ്ടാമത്തെ പരാതിയിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. KPCC അധ്യക്ഷൻ DIG-ക്ക് കൈമാറിയ പരാതിയിൽ നേരത്തെ കേസെടുത്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ നീങ്ങും എന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ച് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി പരിഗണിക്കും. നേരത്തെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതിയിൽ മറ്റൊരു ഹർജി നൽകിയത്. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അതേസമയം കേസിലെ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 8ാം തീയതിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ വീഴ്ത്താനുള്ള ശ്രമം തുടരാൻ തന്നെ CPM തീരുമാനം. രാഹുലിനെ പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തക ഷഹനാസിന്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ ആക്രമണവും ആരോപണങ്ങളും ഷാഫിക്കെതിരെ തിരിച്ചുവിടുക എന്നതാണ് CPM തന്ത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP-യെ കടുത്ത പ്രതിരോധത്തിലാക്കാനുള്ള CPM ശ്രമം തുടരുന്നു. KPCC സംസ്കാര സാഹിതി സെക്രട്ടറി MA ഷഹനാസിന്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കം. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും ഷാഫിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ സൈബർ ആക്രമണങ്ങളും പ്രകോപനങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട്. ഷാഫിക്കെതിരെയുള്ള ഷഹനാസിന്റെ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് CPM സൈബർ വിഭാഗം പ്രചാരണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. രാഹുലുമായി സംഘടനാപരമായ ബന്ധമേ ഉള്ളൂ എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടും CPM പിന്നോട്ട് പോയിട്ടില്ല. വ്യക്തിപരമായ അത്തരം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല, ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ CPM നേതാക്കളുടെ അറസ്റ്റും മുകേഷ് MLA-ക്കെതിരെയുള്ള ലൈംഗികാരോപണവും പ്രതിരോധിക്കാൻ ഷാഫിക്കെതിരെ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നതാണ് CPM തന്ത്രം. രാഹുലിനെതിരെ ആരോപണം പുറത്തുവന്നതു മുതൽ ഷാഫിയായിരുന്നു ലക്ഷ്യം. ഷാഫി സജീവമായി നിൽക്കുന്നിടത്തോളം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും CPM-ലെ ചിലരെങ്കിലും ഭയക്കുന്നുണ്ട്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ട് എന്ന് അറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും രാഹുൽ എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാം. പുകമറ സൃഷ്ടിച്ച വിഷയം 1-2 ദിവസം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അല്ലല്ല, രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട് എന്ന് അങ്ങ് ചോദിച്ചത് ഒരു മറുപടി കൂടി ഞാൻ പറയും. അറിയാവുന്ന ഏക ഒരാള് ആരാണെന്നറിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും.
കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച നടത്തുകയാണ്. ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളടക്കം സുപ്രധാന കരാറുകളിൽ ഒപ്പിടുന്ന നിർണായക ഒരു കൂടിക്കാഴ്ച തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഷിജ, ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഈ ചർച്ചയുടെ ഭാഗമായി ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ഇരു നേതാക്കളും ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി പുടിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ, അതായത് ലോകത്താകെ തന്നെ സമാധാനമുണ്ടാക്കി ഇന്ത്യയുടെ ഒരു നിലപാട് കൂടിയാണ് പുടിനെ അദ്ദേഹം അറിയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ വിഷയത്തിലും ഓരോ നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നത്. അത് ഉക്രൈൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യ സംസാരിക്കാറുണ്ട്, താനും സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഏത് തരത്തിലാണ് നിലപാടെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ട് അതായത് രാജ്യത്തിന്, ഇന്ത്യക്ക് ഒരു പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. അതിലേക്ക് എല്ലാവരെയും എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ അതിൽ ചില നിർണായക പങ്കുകൾ വഹിക്കുന്നുണ്ട്, അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, പലപ്പോഴും ചില വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ, അതായത് ഉക്രൈൻ്റെ വിഷയത്തിലടക്കം ചില വിവരങ്ങൾ ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ എന്ന നിലയിൽ പുടിനും താനും കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു സൗഹൃദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതിന് ഈ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയും റഷ്യയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ആ തരത്തിൽ തന്നെയായിരിക്കും. കോവിഡിൻ്റെ വലിയ പ്രതിസന്ധികൾ ലോകരാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയത്തിലേക്ക് എത്തുകയും ഇപ്പോൾ ശരിയായ ദിശയിലേക്കാണ് ആഗോള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ ആ തരത്തിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ പുടിൻ സംസാരിച്ചിരുന്നു. നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഉണ്ടായത്. ഉക്രൈനുമായി ബന്ധപ്പെട്ടുള്ള സമാധാനം, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അമേരിക്കയെ അടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വാക്കുകളിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരുപാട് ആഴങ്ങളും അർത്ഥവും ഒക്കെ ഉണ്ട്. ആ തലങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. പലപ്പോഴും റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ട്, ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു എന്നുള്ളതാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കില്ല. ഇനി ഈ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിർണായക ചർച്ചകളുണ്ട്. ഈ ചർച്ചയിൽ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ, ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപാര, വാണിജ്യ, പ്രതിരോധ മേഖലകളുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളും ഒപ്പം തന്നെ തീരുമാനങ്ങളും കരാറുകളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ശ്രീജ, അടിസ്ഥാന പലിശ നിരക്കിൽ 0.25% കുറവ് വരുത്തി റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 5.5% നിന്ന് 5.25% മാറി. ഇതോടെ അടുത്ത 2 മാസത്തേക്ക് ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും. ഫെബ്രുവരി മുതൽ 3 തവണയായി 100 ബേസിസ് പോയിന്റ് കുറച്ചതിന് ശേഷമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചത്. പണപ്പെരുപ്പം താഴ്ന്ന നിലയിലെത്തിയതോടെയാണ് തീരുമാനം. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. ഫെബ്രുവരി 4 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് റിസർവ് ബാങ്കിന്റെ അടുത്ത യോഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത ഹർജി. കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B. അശോകാണ് ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണ് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടത് എന്നും കെ ജയകുമാർ പറഞ്ഞു. സർക്കാർ പദവിയിലിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. IMG ഡയറക്ടറായിരിക്കെയാണ് കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് കാർഷികോൽപാദന കമ്മീഷണർ B. അശോക് നൽകിയ ഹർജിയിൽ പറയുന്നു. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും കെ ജയകുമാറും പറഞ്ഞു. IMG ഡയറക്ടർ പദവിയിൽ തുടരുന്നത് പകരക്കാരൻ വരുന്നതുവരെ മാത്രമാണെന്നും ജയകുമാർ വ്യക്തമാക്കി. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMG ഞാൻ തുടരുമെന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത്
നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതേസമയം അശോകിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 15 ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കെ ജയകുമാറിന്റെ നിയമനം പൊതുസ്വീകാര്യതയുള്ള കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇവിടെ ചോദിച്ച കാര്യം അദ്ദേഹം സർവീസിലിരിക്കുന്ന ഒരാളാണെന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ IAS റിട്ടയേർഡാണ്. അപ്പോൾ റിട്ടയേർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ കോടതി ഇടപെടലുണ്ടാകുമെന്ന് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവർണർ വൈകിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം. അതേസമയം മെറിറ്റ് അട്ടിമറിച്ചാണ് പട്ടിക കൈമാറിയത് എന്നാണ് ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയാചന്ദ്രനെയും നിയമിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെയും ഗവർണറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഒരു സെറ്റിൽമെന്റ് ഫോർമുലയായിരുന്നു. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കേസിൽ ED നീക്കത്തെ എതിർത്ത സംസ്ഥാന സർക്കാർ. റിമാൻഡ് റിപ്പോർട്ടുകളും FIR പകർപ്പുകളും ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർക്കുകയായിരുന്നു. ED അപേക്ഷ ഡിസംബർ 10 വിജിലൻസ് കോടതി പരിഗണിക്കും. സുധീഷ് ചേരുകയാണ്. സുധീഷ്, വിവരങ്ങൾ. തീർച്ചയായും ശ്രീജ, EDയുടെ ഒരു ഇടപെടലിനെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള കേസിലേക്ക് ED ഇടപെടുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതി വിജിലൻസ് കോടതിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ഒരു രേഖകളും EDക്ക് കൈമാറരുത് എന്നൊരു അപേക്ഷ പ്രോസിക്യൂഷനിലൂടെ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ED ആവശ്യപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള FIR പകർപ്പുകളും ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടുകളും ഒക്കെ അന്വേഷണത്തിനായി വേണമെന്നൊരു ആവശ്യമാണ് ED മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കേസ് ഡിസംബർ 10 വിജിലൻസ് കോടതി പരിഗണിക്കും. അതിലേക്ക് കോടതി അത് മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും EDക്ക് ഈ രേഖകൾ കൈമാറുന്നതിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കൊള്ളക്കേസിൽ ED ഇടപെടുന്നതിന്, ED അന്വേഷണത്തിനെ എതിർക്കുന്നതിനുള്ള ഒരു കാര്യമായി വേണം നമുക്ക് കരുതാൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 8 പേജുകളുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ ED കോടതിയിൽ വിജിലൻസ് കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഈ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി വിലക്കിയിട്ടില്ല എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെയാണ് ഈ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് ED ഇപ്പോൾ വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിലെ മറ്റ് നിർണായക ഘട്ടങ്ങളിലേക്ക് ED കടക്കുന്നത് ഭയന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അവരുടെ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജ, ശരി സുധീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED നീക്കത്തെ എതിർത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു സുധീഷ് കുമാർ. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വോട്ടിനായി കിറ്റ് വിതരണമെന്ന ആരോപണം. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഓഫീസിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെത്തി. ഇടത് പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈരാറ്റുപേട്ട നഗരസഭ 19-ാം ഡിവിഷൻ മറ്റക്കാട് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി EP സാജിദ് ഇഞ്ചക്കാട്ടിലിന്റെ ഇലക്ഷൻ പ്രചരണ ഓഫീസിലാണ് കിറ്റ് കണ്ടെത്തിയത്. വോട്ടർമാരെ കിറ്റ് നൽകി സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. ഇലക്ഷൻ പ്രമാണിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് നാട്ടുകാർ കണ്ടുകൂടി. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ തവണത്തെ എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലാണ് ഇവരിവിടെ വോട്ട് പിടിക്കുന്നത്. ഈ ആശ്രിത കിറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അട്ടിമറിച്ചതിന് ശേഷം ഇലക്ഷൻ ആകുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള കിറ്റുകളുമായിട്ട് ഇറങ്ങി വോട്ടർമാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. ഇടതു പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ സാജു, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അരുൺ,
പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കിറ്റ് നൽകി സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ഏജന്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരാതിപ്പെടാം. പരാതിക്ക് അത് ഞാൻ പറഞ്ഞതൊക്കെ ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. അതിന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ പരാതി ഇവിടെ ഇങ്ങനെ ഇവരുടെ കമ്മിറ്റി ഓഫീസ് അതും ഇതിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലും ഇതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. കിറ്റിൽ പണവും ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ കിറ്റുകൾ തുറന്ന് പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്തിയില്ല. ആശയപരമായി പോരാടാൻ UDF തയ്യാറാകണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. പാകിസ്ഥാന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായി കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. പാക് പ്രസിഡന്റ് അസഫ് അലി സർദാരി ഉത്തരവിറക്കി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഇന്ന് 1 മണിയോടുകൂടി 50,000-ത്തിലധികം ആളുകൾ സന്നിധാനത്ത് എത്തി. വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും കൃത്യമായ ഇടവേളകളിൽ ഭക്തരെ നിയന്ത്രിക്കുന്നതിനാൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും സുഗമമായി ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഫിഫ ലോകകപ്പ് മത്സരത്തിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലാണ് നറുക്കെടുപ്പ്. ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം മുൻ താരം റിയോ ഫെർഡിനാൻഡാണ് നറുക്കെടുപ്പ് പരിപാടികൾ കൈകാര്യം ചെയ്യുക. ആകെ 12 ഗ്രൂപ്പുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും 4 വീതം ടീമുകൾ. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായാണ് നറുക്കെടുപ്പിനുള്ള ടീമുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് A മുതൽ I വരെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ടീമുകളെ നറുക്കിട്ട് എടുക്കുക. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.